അങ്ങനെയല്ല. പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തു, ഒരു തർക്കം അക്കാര്യത്തില്ല. ഈ സർക്കാരിന് അധികാരത്തിൽ പുറത്തേക്ക് ഇറക്കി വിടാൻ വോട്ട് ചെയ്തവർ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ മിന്നുന്ന വിജയമാണ് UDF ഇവിടെ നേടി എന്നുള്ളത്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്, മതേതര ആശയത്തിന്റെ വിജയമാണ്, ഇത് ജനങ്ങളുടെ വിജയമാണ്. അതുകൊണ്ട് UDF ഇനിയും കരുത്തോടെ ശക്തിയോടെ മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കഴിഞ്ഞാൽ UDFന്റെ ശക്തി കേന്ദ്രം എന്ന് വിളിച്ചു പറയാൻ കഴിയാവുന്ന ജില്ലയായി കോഴിക്കോട് ജില്ലയെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതിൽ അഭിമാനമുള്ളവരാണ്. തീർച്ചയായും കോഴിക്കോട്ടെ ജനങ്ങൾക്ക് UDF പ്രവർത്തകന്മാർക്ക് ഞങ്ങളുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരുകയാണ്. പ്രിയപ്പെട്ട ബാലുശ്ശേരിയിലെ ജനങ്ങളുടെ വിജയമാണിത്. എല്ലാ ബാലുശ്ശേരിക്കാർക്കും കോഴിക്കോട്ടെ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരു തിരഞ്ഞെടുപ്പ് കാലയളവിലും അതിനുശേഷവുമൊക്കെ ചേർത്ത് പിടിച്ച ഈ നാടിനോട്, കോഴിക്കോടിനോട്, പ്രത്യേകിച്ച് എന്റെ ബാലുശ്ശേരിയോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ടാവും. എക്കാലവും ബാലുശ്ശേരിക്കും ഈ നാടിനും വേണ്ടി ഞാനുണ്ടാവും. അപ്പൊ കോഴിക്കോട് വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് 20 വർഷമിടയിൽ LDFന് സഭയിലേക്ക് ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് കോഴിക്കോട് പൂർണ്ണാർത്ഥം തൂക്കി രാഷ്ട്രീയ വിജയം. കോഴിക്കോട് മാത്രമല്ല, LDF ഇക്കാലം അത്രയും വാണരുളിയിരുന്ന ഇപ്പുറത്തെ അന്ന് മണ്ഡല പുനർനിർണയത്തിന് ശേഷമൊക്കെ കടുത്ത കോട്ടകളായി വെച്ച സ്ഥലങ്ങളൊക്കെ ഇളകി പൊളിഞ്ഞ് ജനം കയ്യിൽ തട്ടിത്തെറിപ്പിക്കുന്ന കാഴ്ച. അത് തളിപ്പറമ്പുണ്ട്, പയ്യന്നൂരുണ്ട്, ധർമ്മടം പോലും ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമ്പലപ്പുഴയുണ്ട്. അമ്പലപ്പുഴ ധർമ്മടം ഇപ്പൊ ഞാൻ അമ്പലപ്പുഴ പിന്നെ ആലപ്പുഴയാണെന്ന് പറയാം. ഇത് കണ്ണൂര് ധർമ്മടത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയധികം റൗണ്ടിൽ ഇപ്പോൾ പിന്നിൽ വരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം കനത്താണ് വലിയ ആഘാതം. അങ്ങനെ പറയാൻ പറ്റില്ല. ധർമ്മടത്ത് പിണറായി വിജയൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.